ഇപ്പോ മിക്കവാറും തിരൂരങ്ങാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണ് LDF സ്വതന്ത്രനെ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ എന്റെ കരിയറിൽ നമ്മൾ കുറച്ചുകൂടെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ലീഗിന്റെ പുറത്ത് ഏറ്റവും അധികം വന്നിട്ടുള്ള ആള് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് എന്ന് പറഞ്ഞാൽ ഏത് എക്സ്റ്റെന്റിലും ഏത് അളവിലും ലീഗിനെ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒക്കെ അങ്ങേയറ്റത്തെ ന്യായീകരണം നടത്തി ന്യായീകരിച്ച നമുക്ക് സ്വപ്നേബി കരുതാൻ കഴിയില്ല. അബ്ദുറഹ്മാൻ നടത്താവുന്ന ലീഗിന്റെ ഒരു എംബോഡിമെന്റ് ആണ്. അപ്പൊ അദ്ദേഹം അത് വിട്ട് അപ്പുറത്തെ ക്യാമ്പിലോട്ട് പോകുന്ന വിചാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. അതൊരു പ്രശ്നം ഞാൻ പറയുന്നത് എസ് കെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴേക്കും നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, അതിൽ MSFകാരുണ്ട്, അതിൽ വനിതകളുണ്ടെന്ന് പറയുമ്പോൾ 2 വനിതകൾക്ക് എസ് കെ ജയിപ്പിക്കണം. ഒന്ന് പേരാമ്പ്രയാണ്, ഒന്ന് കൂത്തുപറമ്പാണ്. ഒന്ന് പേരാമ്പ്രയാണ്, കൂത്തുപറമ്പ്. അല്ല, അത് വലിയ കാര്യമാണ്. പക്ഷേ അവരെ ഈ വനിതകളെ വിജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ തീരുമാനമെങ്കിൽ ഷോ സീറ്റ് കൊടുക്കാമായിരുന്നു. അപ്പൊ 2 സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷെ അത് വിജയിപ്പിച്ചെടുക്കാനുള്ള തീരുമാനമല്ല, വേറെ കാര്യം. പോട്ടെ, അത് പോട്ടെ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തിരൂരങ്ങാടിയിൽ PMA സമീർ എന്ന് പറഞ്ഞൊരു പേര്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് PMA സമീറിന്റെ പേര്. അപ്പൊ ഗൂഗിൾ കെ വേണുഗോപാൽ നമ്മുടെ ലൈവിൽ പറയുന്നത് PMA സമീർ സിറാജിന്റെ ഫിനാൻസ് മാനേജറാണെന്ന് പറയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഷുവർ സീറ്റിൽ സിറാജിന്റെ ഫിനാൻസ് മാനേജർ അങ്ങനെ സ്ഥാനാർത്ഥിയാവുന്ന അന്വേഷിക്കുമ്പോഴേക്ക് ഈ സമീർ പണ്ട് MSFകാരനായിരുന്നു, പിന്നെ എപ്പോഴോ പോയി, പിന്നെ പുള്ളി വേറെന്തോ ജോലിയായിരുന്നു. അതേസമയം തന്നെ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ലീഗിന്റെ ഫണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെന്റ് കാര്യത്തിലൊക്കെ വളരെ അടുത്ത് നിൽക്കുകയും അങ്ങനെയാണ് ഷുവർ സീറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ലീഗിനകത്ത് ഇപ്പോഴും കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതുകൊണ്ടാണ് ബാക്കി സ്ഥാനാർത്ഥികളുടെ പേരൊന്നും പറയാതെ PMA സമീറിന്റെ പേരെടുത്തുകൊണ്ട് ആരാണ് ഇയാൾ എന്ന് പാർട്ടിക്കാരുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ചോദിക്കുന്നു. മാത്രമല്ല എസ് കെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിന് ആഴത്തിൽ വേരുള്ള ഒരുപാട് വോട്ടുള്ള ദീർഘകാലം പ്രവർത്തിച്ച നേതാവാണ്. ആ നേതാവ് അവിടെ വന്നാൽ തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടെ, അത് തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മറിയാത്ത LDFന്റെ അടിയുറച്ച കോട്ടെന്ന് പറയാൻ കഴിയില്ല. അത് അവിടെ LDFന് നല്ല ശക്തമായ വോട്ടുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും PMA സമരോട് നിന്നാൽ ചിലപ്പം തിരൂരങ്ങാടി മാറിയാനിടയുണ്ട്. ഇനി ഒറ്റ കാര്യമുണ്ട്, ആരാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി? ഇപ്പൊ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് 2005 പിന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഈ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസുകൾ വന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ടും എല്ലാ ലീഗ് വേദികളിലും പ്രസംഗിച്ച്, അതായത് കുഞ്ഞാപ്പ സുന്ദരനാണ്, അതുകൊണ്ടാണ് കുഞ്ഞാപ്പയ്ക്കെതിരെ ഉള്ള ആരോപണങ്ങൾ വരുന്നത് എന്ന് തുടങ്ങി ഇത്തവണ തഗ് ഡയലോഗുകൾ അടിച്ച് ഈ ആൾക്കാരുടെ ഇടയിൽ വളരെ ഹിറ്റായ ഒരാളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഇനി അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിലുള്ള വിഷമമാണോ? അങ്ങനെ ആവണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ താനൂരിൽ അദ്ദേഹം ഒരു തവണ 2011 ജയിച്ചു, 2016 തോറ്റു, 2021 തോറ്റു, 2 തവണ അബ്ദുറഹ്മാൻ രണ്ടത്താണി തോറ്റു. ഇനി എന്റെ പോയിന്റ് അതാണ്. അതായത് അബ്ദുറഹ്മാൻ രണ്ടത്താണി ജയിക്കുന്ന സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ കലാപനകത്തുള്ളത്. അതായത് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നം ലീഗിനകത്ത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇനി അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ CPM എന്തിനാണ് ഇത്ര കാര്യമായി പരിഗണിക്കുന്നത്? മാത്രമല്ല മലപ്പുറത്ത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും നല്ല ആയുധമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. കാരണം അബ്ദുറഹ്മാൻ രണ്ടത്താണി മാത്രമല്ല വരാൻ പോകുന്നത്, ഇപ്പൊ ഷാഫി ചാലിയത്തിന്റെ പേര് കേൾക്കുന്നുണ്ട്, മറ്റ് 2 വരാൻ പോകുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ അബ്ദുറബ്ബ് മത്സരിക്കുന്ന സമയത്ത് വൻ ഭൂരിപക്ഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം എടുത്തു നോക്കൂ, അവിടെ ലീഗിന്റെ UDFന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10-20,000 സംസ്ഥാനക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വിജയിപ്പിച്ച മണ്ഡലമാണ്. ശരിയാണ്. പക്ഷെ അതിനുശേഷം ഓരോ വർഷം തിരൂരങ്ങാടി നിയാസ് പുളിക്കരത്ത് എന്ന് പറയുന്ന ഓരോ വർഷം നോക്കുമ്പോഴേക്കും കൃത്യമായി ഗണ്യമായി UDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. മലപ്പുറത്തെ CPM-ന്റെ ഒരു പരീക്ഷണം ഇപ്പൊ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സമീപിക്കുന്നു. CPM-ന്റെ പരീക്ഷണം നേരത്തെ തന്നെ മലപ്പുറത്ത് ഈ നിലയിലാണ്. KT ജലീൽ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ CPM-ന്റെ സ്റ്റാൻഡ് കൗതുകകരം കൂടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ വിജയരാഘവന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ മാറ്റി
പുതിയ പ്രഖ്യാപനം വരാൻ സാധ്യതയുണ്ട് അതായത് ചില മണ്ഡലങ്ങളുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. അതായത് മൂന്നാം സ്ഥാനത്തുള്ള ആളെ ഒന്നാം സ്ഥാനത്തെത്തിക്കും, ഒന്നാം സ്ഥാനത്തുള്ള ആളെ മൂന്നാം സ്ഥാനത്തെത്തിക്കും. അങ്ങനെ ഏറ്റവും അധികം തീവാറുന്ന പോരാട്ടം ഒറ്റ കൗതുകം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സീറ്റ് കിട്ടാത്തതിലുള്ള അമർഷമാണ്. ഇവിടെ സീറ്റ് കിട്ടിയതിൽ അമർഷമുള്ള ഒരാളുണ്ട്, മന്ത്രി വി അബ്ദുറഹ്മാൻ. അതായത് അദ്ദേഹത്തെ എനിക്ക് അത് ഞാൻ ഇറങ്ങില്ല എന്ന് മാത്രമല്ല അതിന്റെ പിന്നിൽ എന്തോ നാടകമുണ്ട്. അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ രാഷ്ട്രീയ താല്പര്യം അധികാരം വേണ്ടെന്ന് പറയത്തില്ല. കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അബ്ദുറഹ്മാന്റെ വിജയം എന്ന് പറഞ്ഞത് ഏതാണ്ട് 938 അത്ര വോട്ടുള്ളൂ. 938 അല്ല, ഇപ്പോഴും അത് വലിയ വിജയമായിരുന്നു. അപ്പൊ ചർച്ച നമുക്ക് വേറൊരു സ്ഥലത്ത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി 56,531 വോട്ട് കിട്ടി. ചെറിയാൻ ഫിലിപ്പ് LDF സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിന് 40,364 വോട്ട് കിട്ടി. NDA സ്ഥാനാർത്ഥിയായിരുന്ന VV രാജേഷ് എന്ന 13,494 വോട്ട് വാങ്ങിച്ച് തൃപ്തനായി. ഭൂരിപക്ഷം 16,167. കെ മുരളീധരൻ അവിടെ വിജയിച്ചു. അപ്പോ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറി. കളി മാറും. കെ മുരളീധരൻ അല്ലല്ല, ഞാൻ പറഞ്ഞ ഭൂരിപക്ഷം 2016 കെ മുരളീധരൻ ജയിച്ചു, ഉമ്മനം രാജശേഖരൻ, പിന്നെ TN സീമ, ഇവര് 3 പേരുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. അന്ന് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുമുന്നണിയാണ് പിന്നീട് അതായത് 2019 കെ മുരളീധരൻ പോയി അവിടെ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മേയർ ബ്രോ എന്ന് പറഞ്ഞായിരുന്നു. 2019 മേയർ ബ്രോ ഇറങ്ങുന്നു. ആ കാലത്തെ ഞാൻ ഓർക്കുന്ന പ്രത്യേകത 2013 പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ശബരിമല പ്രശ്നം കുടുംബരി ഉള്ള കാലമാണ്. സമദൂരം വിട്ട് NSS അവിടെ VK പ്രശാന്തിനെതിരെ മത്സരിച്ചു. SK ഓർത്തു നോക്കണം. മാത്രമല്ല അവിടെ നായർ സമുദായത്തിന് അല്പം മേൽക്കൈ ഈ പരസ്യമായി സമദൂരം എന്ന് പറയുമെങ്കിലും അന്ന് ആ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലെ പരസ്യമായി അത്തരം സമവാക്യം ഈ മുന്നണി സമവാക്യങ്ങളൊക്കെ എതിരായിരുന്നു അപ്പോൾ VK പ്രശാന്തിന് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അട്ടിമറി മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് വരണം. VK പ്രശാന്ത് എന്ന വ്യക്തി മാത്രം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.